ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? എല്ലായിടത്തും മഴയും വെയിലൊക്കെ ആയിട്ടേക്കില്ല ഉണ്ടാകുക. ഈ എന്താ പറയുക, ചിങ്ങമാസത്തിൽ മഴ ചിങ്ങിപ്പിങ്ങി എന്നൊക്കെ പറയൂലേ പണ്ട് മുതലല്ലേ. ചാറലും ഉണ്ടാവും, വെയിലും ഉണ്ടാവും. ഒരു അത്തത്തിൻ്റെ ഒക്കെ ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാകുക. എന്തായാലും ഇപ്പം നമ്മളവിടെ നല്ല ഉഷാറായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെന്നും മുറ്റം ചെത്തി നന്നാക്കിനു, അതിൻ്റെ പിറ്റത്തെ ദിവസം മുതൽ ഇവിടെ മഴക്കാലം തന്നെ ആയിന് കേട്ടോ. പക്ഷേ എന്തെന്നെ ആയാലും എനിക്ക് ആ മുറ്റം വൃത്തിയായപ്പോൾ വല്ലാത്തൊരു സമാധാനം ഉണ്ട് കേട്ടോ. പുറത്തേക്ക് ഒന്ന് നോക്കുമ്പോഴേ മറ്റേത് എനിക്ക് ആദ്യം ആ പുല്ലിങ്ങനെ മുളച്ച് വല്ലാണ്ട് ഇങ്ങോട്ട് പടർന്ന് കാണുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറേനു. അപ്പം ഞാൻ ഇന്ന് രാവിലെ വീഡിയോ സ്റ്റാർട്ടിങ് ചെയ്ത് തന്നെ നമ്മൾ പുറത്തൊക്കെ പോയി പുറത്തത്തെ മഴയും പ്രകൃതിയും കാഴ്ചകളും എൻ്റെ ചെടികളും ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയതേനി കേട്ടോ. അപ്പോൾ ഇതാ വീണ്ടും അടുക്കളയിലേക്ക് നേരെ ഇങ്ങോട്ട് കയറി പോകുന്നതാണ്. ഇനിയിപ്പം ഇന്നത്തെ കലാപരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണമെന്ന് അറിയിക്കുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നില്ലേ കടി ഉണ്ടാക്കാത്തൊരു ദിവസം കേട്ടോ. എനിക്ക് അങ്ങനത്തെ ദിവസം ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പം എന്താ ഉണ്ടാക്കാത്തതെന്ന് വെച്ചാൽ എന്താ പറയുക, ഇന്നലെ ഞാൻ രാത്രി മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് മന്തി വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചിക്കനും കൊടുന്ന് മന്തീൻ്റെ അരിയും കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യമായിട്ടും ഞാനത് നല്ല മന്തീൻ്റെ മാത്രമായിട്ട് വേറെ തന്നെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാധനം കൊണ്ടുവരുന്നവരെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതേനു കേട്ടോ. പക്ഷെ എന്താ പറയുക, നിച്ചുമോൾക്ക് ഭയങ്കര പനിയും അതുപോലെ ഓളെ സൗണ്ടൊക്കെ അടഞ്ഞ് ആകെ പിന്നെ വർത്താനം പറയാനും പറ്റാണ്ട് സൗണ്ടെല്ലാം അടഞ്ഞ് പനിയും ചുമയും എല്ലാം കൂടെ ആയിപ്പോയി. ഉച്ചയുണ്ട് അങ്ങോട്ട് കൂടിയിട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇടങ്ങാറായിപ്പോയി കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി. എനിക്ക് ചിലപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് തോന്നൂല ഏതിനിപ്പോൾ നമുക്കൊന്ന് തോന്നണമല്ലോ. അപ്പോൾ എനിക്ക് അന്ന് പിന്നെ ബാക്കി പിന്നെ വീഡിയോ എടുക്കാനൊന്നുമുള്ളൊരു ഇതുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടില്ലേനു. അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ട് മസാല അങ്ങനെ ആക്കി ക്യാപ്സിക്കൊക്കെ ഇട്ടും ചെറിയൊരു മസാല പോലെ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതേനു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിനെ. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അങ്ങനെ പറയാമെന്നൊന്നും വിചാരിക്കണ്ട. ഇക്കയും കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് എന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ബിൽഡപ്പായിട്ട് അങ്ങോട്ട് പറഞ്ഞത്. പക്ഷേ എനിക്കും തോന്നി സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് ആ ചോറ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആവിയേറ്റി മസാല ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് പിന്നെ ചായക്ക് കടി ഉണ്ടാക്കാണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞങ്ങനെ വന്നത് എന്തായാലും. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ആവിയായിട്ട് ഞാനും കുട്ടികൾക്ക് രാവിലെ കുറച്ച് സ്കൂളില്ലാത്തത് കൊണ്ട് മദർസ് കുറച്ച് നേരം വൈകിയിട്ടാണ്. പിന്നെ നബിദിനത്തിൻ്റെ ഓഫ് സ്റ്റേജ് പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ മദർസ് നേരം വൈകിയിട്ടേ വിടുകയുള്ളൂ. അപ്പോൾ അവർക്കുള്ളത് ആവിയേറ്റിയിട്ട് നിച്ചുമോൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോയി. നാഫിമോൻക്ക് പിന്നെ ഞാൻ പാത്രത്തിൽ ആക്കിയിട്ട് കൊടുത്ത് വിട്ടതേനു. ഓന് ദഫിൻ്റെ പ്രാക്ടീസും കൂടെ ഉള്ളതുകൊണ്ടേ അതും കൂടെ കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഓനക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ചൂടോടെ എന്താക്കിയെന്നറിയോ, കുറച്ച് കട്ടൻ ചായ എടുത്തിട്ട് ഒരു പിടി ഞാനും ചോറ് വെച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ അടിക്കൽ തുടക്കൽ അങ്ങനത്തെ പണി എടുക്കണോ, അല്ലെ പിന്നെ വേഗം ചോറും കറിയും അങ്ങനത്തെ പരിപാടികൾ അങ്ങോട്ട് ചെയ്താലോ വിചാരിച്ച്. എന്നാൽ പിന്നെ ഇന്ന് കുറച്ച് സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. തേങ്ങയൊക്കെ വറുത്തരച്ച് അങ്ങനെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കഷ്ണങ്ങളും സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒക്കെ ഒന്ന് മുറിച്ചെടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഞാനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിന്. പിന്നെ തേങ്ങ പൊട്ടിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു വെളിച്ചെണ്ണ ഞാൻ അതിലൊന്ന് ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും അതുപോലെ 2 അല്ലി ചെറിയുള്ളിയും കൂടെ ഒന്ന് ചേർത്തിട്ട് ആ എണ്ണ എന്ന് വേണമെന്നൊന്നുമില്ല, അല്ലാണ്ടും നമുക്ക് വറുത്തെടുക്കാം. ഞാൻ പിന്നെ ഒരു സ്പൂൺ അങ്ങനെ ഒന്ന് ഉറ്റിച്ച് കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പം തേങ്ങ നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു പകുതി ഒന്ന് വറവായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ മുളകും പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് കേട്ടോ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാമ്പാർ പൊടി പിന്നെ ഞാൻ എപ്പോഴും വറവിടുന്ന സമയത്ത് ആ ഒരു കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ സാമ്പാർ പൊടി ചേർക്കലുള്ളൂ. അപ്പോൾ അങ്ങനെ വലിയ സെറ്റപ്പ് സാമ്പാറൊന്നുമല്ല കേട്ടോ, നമ്മൾ സാധാ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു അങ്ങനത്തെ ഒരു സാമ്പാറാണ്. അപ്പോൾ അത് പൊടികളും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വറുത്ത് ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തിട്ടുണ്ടേനി. പിന്നെ ഞാൻ അതൊന്ന് അരച്ചിതാ കൊടുന്നേനി. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്തേന്. അപ്പോഴത്തേക്കും നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് അതൊന്ന് വിസിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ അത് നല്ല പാകത്തിന് ഒറ്റൊരു വിസിലടുപ്പിച്ചിട്ട് പിന്നെ ആ ഒരു എയർ കളയാണ്ട് അങ്ങനെ മൂടി വെച്ചതേനു. അപ്പോൾ നമുക്ക് നല്ലൊരു പാകത്തിന് അങ്ങോട്ട് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ കഷ്ണങ്ങൾ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നത്, പരിപ്പ് ചേർത്തിട്ടില്ല ഇനി കേട്ടോ.
അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ പരിപ്പ് താളിച്ചിട്ട് അതങ്ങനെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെറുതെ ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കി ഇതിൽ വേറെ പരിപ്പും കൂടെ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിലേ എന്താ പറയുക, അതെന്തായാലും കളയേണ്ടി വരും. അപ്പോൾ പിഷ്കത്തി ആയിട്ടൊന്നല്ല കേട്ടോ, വെറുതെ തിന്നണ സാധനമല്ലേ. ഇപ്പോൾ നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ഈ ഒരു സാമ്പാർ കറിയൊക്കെ ആയതുകൊണ്ട് മറ്റേ കറി എന്തായാലും ആരും കഴിക്കൂല, ഞാൻ വരെ കഴിക്കലുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഈ കഷ്ണങ്ങൾ വേവിച്ച് മറ്റേത് നല്ലോണം തിളപ്പിച്ച് ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്താലേ അതങ്ങനെ അങ്ങോട്ട് സെറ്റ് ആയിക്കോളുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിശുക്ക് ഒന്നല്ല, നമ്മൾ കുറച്ച് കരുതുക എന്ന് മാത്രം. അപ്പം ഞാൻ എന്താണ് അതൊക്കെ അതിലേക്ക് ഒഴിച്ച് നല്ല മിക്സാക്കിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ഞാനൊന്ന് വറവിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചു, കറിവേപ്പില വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്താലും നല്ലത് തന്നെയാണ്. പിന്നെ സാമ്പാർ പൊടിയും കുറച്ചും കൂടെ മുളകും പൊടിയും കൂടെ ഒന്ന് അതിൽ മൂപ്പിച്ചിട്ട് നമ്മളെ വേവിച്ച് വെച്ചിട്ടുള്ള പിന്നെ അതുപോലെ കഷ്ണങ്ങളും അവരപ്പം കൂടി ചേർത്ത് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിന് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചിലപ്പോൾ കമൻറ്റിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിലെന്താ കായവും പുളിയും ഒന്നും ഇടലില്ലേന്ന്. ഞാൻ സാമ്പാറിൽ പുളിയും കായവും ഞാൻ ചേർക്കലില്ല, എനിക്കെന്തോ അതിഷ്ടമല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു സാധാരണ സിമ്പിളായിട്ട് അങ്ങനെയാണ് വെക്കൽ, അതാണ് എനിക്ക് രസം ആയിട്ട് തോന്നൽ. അപ്പോൾ അതവിടെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് ഉണ്ടായി, അതൊന്ന് വേഗം ഒന്ന് ഒരു നമ്മളാ ചിരണ്ടുന്ന സാധനമല്ലേ അതിലിട്ടൊന്ന് നല്ലോണം ചിരണ്ടി എടുത്തിട്ട് ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചേർത്തത് അതൊന്ന് ഉപ്പേരി ആക്കി എടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് എന്താ പറയുക നുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് വേഗം ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചാൽ അതും അങ്ങോട്ട് ആയിക്കോളുമല്ലോ. എന്നാൽ പിന്നെ എന്താണ് അധികം അങ്ങോട്ട് നമുക്ക് അടുപ്പിൻ്റെ അടുത്ത പരിപാടികൾ ഇന്നത്തെ ദിവസത്തേക്കുള്ളതാണ്ട് കഴിഞ്ഞോളൂ. ഇത് രാത്രി കേക്കും കൂടെ ഉള്ളത് തന്നെയാണ് കേട്ടോ ഞാൻ ഉച്ചക്ക് ഒരുമിച്ച് വെക്കൽ. ഇപ്പം അത് തികയാണ്ടാവുകയെ ഇനി അല്ലെങ്കിൽ നമുക്ക് ഉച്ചക്കത്തേക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള സമയത്തെ പിന്നെ ഞാൻ എന്താക്കുള്ളൂ രാത്രിക്കേക്ക് വേറെ ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചോറും കറിയൊക്കെ ഒരുമിച്ച് തന്നെ അങ്ങനെ വെക്കൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് വാടി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചിരണ്ടിയിട്ട് ആ ഒരു ഉപ്പേരിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഉപ്പേരി വെക്കുമ്പോൾ തേങ്ങയും പച്ചമുളകും ഒതുക്കിയിടുക അല്ലെങ്കിൽ ഇതുപോലെ തേങ്ങ ചിരണ്ടിയിടുകയൊക്കെ ചെയ്യുന്നത് നല്ലൊരു എനിക്കിഷ്ടമാണ്. ഇവിടെ ഇക്കാക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ തേങ്ങ ഇട്ടിട്ട് അങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ച് തീയും എല്ലാം അവിടെ കുറച്ചങ്ങോട്ട് വെച്ചിട്ട് ഇതാ ഈ ഒരു റൂമിലേക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് വന്നതേനു. അപ്പോൾ കുട്ടികൾ എണീച്ച് പോയതിൻ്റെ ശേഷം സാധാരണ ഞാൻ ഒരു പോയാൽ തന്നെ വേഗം ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഇടലാണ്. ഇന്ന് പിന്നെ എന്തോ അതിന് നിന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം കറിയും ആയി ഉപ്പേരിയും അങ്ങോട്ട് ആയിനല്ലോ, ഇപ്പോൾ തീ കത്തിച്ച് അപ്പുറത്ത് ചോറിന് വെള്ളം വെക്കാൻ തന്നെ ഉള്ളൂ. അപ്പോൾ വിചാരിച്ച് വേഗം എന്നാൽ ഓരോ ഭാഗത്തു നിന്ന് അടിച്ച് വാരി മൊത്തം ഒതുക്കി പെറുക്കി ഒന്ന് വൃത്തിയാക്കി മൊത്തത്തിലൊന്ന് അടിച്ചൊക്കെ വാരിയിട്ട് പാത്രം കഴുകലും നമ്മളെ തുടക്കലും ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ അങ്ങോട്ട് വേഗം അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം സെറ്റാക്കി ഒന്ന് എടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. നിങ്ങൾ എന്തെന്നാണെന്നുണ്ടെങ്കിലും കമൻറ്റിലൂടെ നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തുടർന്നും സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പം നമ്മൾ വലിയ വലിയ യൂട്യൂബേഴ്സൊന്നുമല്ല, എന്താ പറയുക ഒരു ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെയാണ്. അപ്പം എല്ലാവർക്കും ചിലപ്പം ഇതുപോലുള്ള ആൾക്കാർക്ക് നമ്മളെപ്പോലത്തെ ആൾക്കാർക്കായിരിക്കും നമ്മളതൊക്കെ ഇഷ്ടപ്പെടുക എന്നൊക്കെയാണ് കേട്ടോ ഞാൻ വിചാരിക്കൽ. അല്ലാതെ ഇപ്പോൾ വലിയ വലിയ ആൾക്കാരൊന്നും ഇപ്പം നമ്മളെ ഇതൊന്നും കണ്ടിരിക്കൂലല്ലോ. നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ആയിരിക്കും നമ്മളെ ഇതൊക്കെ തന്നെ ഇഷ്ടപ്പെടുക അല്ലേ. എന്തായാലും ഞാൻ അവിടെയൊക്കെ നന്നാക്കി ഇതാ ഇപ്പുറത്തെ അടുക്കളയിലെത്തിയാണ്. എനിക്ക് ഈ ഒതുക്കി പെറുക്കി വെക്കുമ്പോൾ ഏറ്റവും പാട് തോന്നൽ അടുക്കള തന്നെയാണ് കേട്ടോ. അടുക്കള ഒന്ന് വൃത്തിയായി കിട്ടാൻ ലേശം പണിയുണ്ടാവും. പിന്നെ നമ്മളിങ്ങനെ പെരങ്ങാതെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എങ്ങനെ നോക്കിയാലും രാവിലെ എന്തായാലും അടുക്കള പെരങ്ങും. നമുക്ക് അപ്പാപ്പം അങ്ങോട്ട് ചെയ്യാൻ പറ്റിക്കോളണം എന്നൊന്നുമില്ലല്ലോ. കുട്ടികളൊക്കെ പോകാനുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിലേ ഇപ്പോൾ ഓരോക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് പിന്നെ വൃത്തിയാക്കാം എന്നുള്ള ആ ഒരു ധാരണയിൽ നമ്മൾ അങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ ഞാൻ അകൊക്കെ വൃത്തിയാക്കി 2 റൂമും വൃത്തിയാക്കി അവിടെയൊക്കെ ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇവിടെയാണുള്ളത്. അടുക്കള ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. എപ്പോഴും എൻ്റെ ഈ ആ ഒരു ബൾബിന് വല്ലാത്തൊരു എന്താ പറയുക നിഴൽ ലൈറ്റിൻ്റെ കണ്ടില്ലേ വല്ലാത്തൊരു നിഴൽ. അതാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ ഒക്കെ അതിൻ്റെ ആ ഒരു വെളിച്ചം കൊണ്ടൊരു മങ്ങൽ തന്നെ ആയിക്കും കേട്ടോ. പിന്നെ അത് അവിടെയൊക്കെ നന്നാക്കിയാണ് ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയും കൂടെ നന്നാക്കി ഞാൻ മൊത്തം ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറിനുള്ള അരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറികളൊക്കെ ആയിനല്ലോ. ഇനിയിപ്പോൾ ചോറും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി അല്ലറ ചില്ലറ പണികളൊക്കെയാണ് കേട്ടോ എടുക്കാനുള്ളത്. അതൊന്നും പിന്നെ ഞാൻ മൊത്തത്തിൽ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ
പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് തോന്നൂലല്ലോ, പിന്നെ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് മടിയായി പോയിട്ടോ. ഇപ്പോൾ ചോറങ്ങോട്ടായി അതവിടെ വാർത്ത് വെച്ചാൽ എന്താണ് ബാക്കിയുള്ള പരിപാടികളും കൂടെ വേഗം അങ്ങോട്ട് ചെയ്താൽ ഇന്ന് കുറച്ച് നേരം വെറുതെ ഇരിക്കാം. നേരത്തെ പണി തീർന്നാൽ നമുക്കും ഫ്രീ ആയിട്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കാമല്ലോ അല്ലേ. അപ്പോൾ അതാട്ടോ ഞാൻ മൊത്തത്തിൽ തീർത്തീന്, എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.